ഇന്ന് നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ കിടക്കപ്പായെന്ന് എഴുന്നേറ്റതേ മഴയും കണ്ടുകൊണ്ട് എഴുന്നേറ്റത്. ഇരുണ്ട് മൂടിക്കെട്ടി ഇരിക്കുമായിരുന്നേ. ഞാൻ വിചാരിച്ച് രാവിലെ ആയിട്ട് നേരം വെളുക്കുന്നില്ല, രാത്രി കിടന്നിട്ട് തീരുന്നുമില്ല, ഇതെന്തോ പറ്റിയെന്ന് വിചാരിച്ച് ഞാൻ മൊബൈൽ രാത്രി കണ്ടങ്ങ് സ്വിച്ച് ഓഫ് ആയിപ്പോയേ. പക്ഷേ ഞാൻ ചാർജിങ് വെച്ചിട്ടുണ്ടായിരുന്നു, ചാർജൊക്കെ ഫുള്ളായി. സ്വിച്ച് ഓൺ ആക്കി നോക്കിയപ്പോഴെന്തോന്ന് അറിയാമോ, രാവിലെ 11 മണിയായി. അയ്യോ, ഞാൻ പിന്നെ അങ്ങ് ചാടിപ്പടച്ച് എഴുന്നേറ്റ്. പക്ഷെ എല്ലാവരും ഉറക്കമായിരുന്നു. സ്കൂളില്ലാത്തതുകൊണ്ട് പിള്ളേർ 12 മണി 1 മണിയൊക്കെ 12 മണിയാകുമ്പോഴേ എഴുന്നേൽക്കുള്ളൂ. എല്ലാവരും ലേറ്റായിട്ട് എഴുന്നേൽക്കുള്ളൂ. പക്ഷെ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതായിരുന്നു. ഇന്ന് നേരം വെളുത്ത് അറിഞ്ഞില്ല, കാരണം ഇരുണ്ട് മൂടിക്കെട്ടി കിടക്കുന്നതുകൊണ്ട്. മഴ പെയ്യുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ അതിമാരകമായ ചൂടായിരുന്നു. അതുകൊണ്ട് മഴ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. നേരം വെളുത്തത് അറിഞ്ഞുമില്ല. പിന്നെ 11 മണിയായപ്പോൾ എഴുന്നേറ്റ് ഇവളുമാർക്ക് എന്തുവാ പൂരി മതിയെന്ന് പറഞ്ഞു. ഇവളുമാരങ്ങനെ റൊട്ടിയൊന്നും കഴിക്കാറില്ല, ചോറും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന കറികളുമൊക്കെ കഴിക്കുന്നത്. പക്ഷെ ഇന്ന് അവളുമാർക്ക് പൂരി മതിയെന്ന് പറഞ്ഞു. മഴയായതുകൊണ്ടാണ് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പൂരി തന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നെൻ്റെ പിള്ളേരുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്നെൻ്റെ 2 പുത്രിമാരും ആർക്കും 17 വയസ്സാണ്, തുടങ്ങുക. 16 വയസ്സ് കഴിഞ്ഞ് 17 വയസ്സിലോട്ട് പ്രവേശിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ചിലപ്പോൾ രാത്രി പാർട്ടിയൊക്കെ കാണും. അവളുമാരോട് ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, അവർക്ക് നാണമാണെന്ന്. 17 ഞങ്ങൾ വലിയ പിള്ളേരായി, ഇനിയും ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കേണ്ട, ഞങ്ങൾക്ക് നാണമാണെന്ന്. പിന്നെ എങ്ങനെ ആകുമെന്ന് ഇനി അറിയാൻ പറ്റുമല്ലോ, ഉച്ച കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ രാവിലെ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത്. എന്തായി തീരുമെന്ന് ആർക്കറിയാം. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ കാശ് മുടക്കി ആഘോഷിക്കുന്നത്. വേറൊന്നുമല്ല, എന്താണെന്നറിയാമോ, ഇവിടെ അടുത്ത് ഒത്തിരി പിള്ളേരുണ്ടല്ലോ, അവരുടെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ ഇവളുമാരെ വിളിക്കും കേട്ടോ. ഇവളുമാരെന്ത് ചെയ്തോ ഒറ്റ ഒരു കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്കും പോകില്ല കേട്ടോ. ഇവളുമാർ ആരുടെ ബർത്ത്ഡേക്ക് പോകാതിരിക്കും. പിന്നെ അവരെ ചെന്ന് വിളിക്കാൻ ഇവളുമാർക്ക് മടിയാണല്ലോ. പിന്നെ വരുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പുള്ളിക്കാരികൾ പറയുന്നത് ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത്. പിന്നെ അവരുടെ സ്കൂളിലെ കൂട്ടുകാരികളെയൊക്കെ വിളിക്കാൻ ഞാൻ പറഞ്ഞു. പക്ഷേ അവളുമാർക്ക് വലിയ താല്പര്യമില്ല. ഞങ്ങൾ 2 പേർക്കും ബർത്ത്ഡേ ആഘോഷിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവളുമാർക്ക് താല്പര്യമില്ല. പിന്നെ എന്തിനാ പറയുക, നമ്മൾ കാശ് മുടങ്ങി ഇതാക്കുന്നു വിചാരിച്ചാൽ ഇനിയും വല്ല കേക്കും എല്ലാം മേടിച്ച് ഓരോരോ ഡ്രസ്സും 2 പേർക്ക് മേടിച്ച് കൊടുക്കാനും പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്ലാനിങ് ചെയ്തിരിക്കുമോ. അങ്ങനെ എൻ്റെ പൂരി ഉണ്ടാക്കൽ ഇവിടെ വരെ എത്തി. പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പാലെന്നും മേടിക്കുമ്പോഴേ പിന്നെ നമ്മുടെ പാലിൻ്റെ പാട ഉണ്ടാവുമല്ലോ, അത് ഞാനിങ്ങനെ എടുത്തിങ്ങനെ വെക്കും. വെച്ച് കഴിഞ്ഞ് ഒരാഴ്ചത്തെ ഇതാവട്ടോ. ഇതിനെന്തോ പറയുന്നത്, മലായി. ഞാൻ മലായി എന്നാണ് പറയുന്നത്. പിന്നെ മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തോ മക്കളെന്നാണോ മലയാളത്തിൽ പറയുന്നത്, മലായി എന്തോ എന്തെങ്കിലും ആട്ടെ. ഇതിങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. എടുത്ത് വെച്ച് ഇത് ഒരാഴ്ചത്തേതാണ്. ഇതിനെന്തോ പറയുന്നത്, എന്തുവായിട്ടും നെയ്യ്, ഇതുകൊണ്ട് നെയ്യ് ഉണ്ടാക്കാൻ പോകും. ഇത് കറക്കി വരുമ്പോൾ നെയ്യ് കിട്ടുമല്ലോ. അതാ സാധനം. എന്തുവാണെന്നൊന്നും പേരെനിക്കറിയില്ല കേട്ടോ. ഞാനങ്ങനെ നെയ്യ് ഉണ്ടാക്കാൻ പോവുകയാണ്. വലുതായിട്ടൊന്നുമില്ല, ഇങ്ങനെ കുറേ നേരം ഇത് കറക്കി ഇതാവും. ഇതിങ്ങനെ കുറേ നേരം കറക്കി വരുമ്പോഴുണ്ടല്ലോ, ഇങ്ങനെ നെയ്യ് ഇങ്ങനെ മുകളിലോട്ട്, നെയ്യാണ് എന്തോ റിസപ്റ്റർ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും. അത് നെയ്യ് തന്നെ. അത് പിന്നെ എടുത്ത് ചീനച്ചട്ടിക്കകത്തിട്ട് അങ്ങ് ഉരുക്കുമ്പോൾ നെയ്യായി വരുമല്ലോ. ഞാനിതെല്ലാം എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. ഞാനിതെല്ലാം യൂട്യൂബിൽ നോക്കി ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ പാചകത്തിൽ അധികം നിൽക്കാറില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ തറയിലിരുന്നേ ചെയ്യുള്ളൂ. ഇതായാലും പച്ചക്കറിയൊക്കെ അരിയുന്നതായാലും പച്ചക്കറി എല്ലാം അരിഞ്ഞ് എല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ പാകത്തിൻ്റെ അവിടെ നിന്ന് ഉണ്ടാക്കുകയുള്ളൂ. കാരണം എനിക്ക് അത്ര നേരം നിൽക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ നടുവും കാലും എല്ലാം വേദന എടുക്കും.
അതിനല്ല ശീലം എനിക്കിതാ, നിലത്തിരുന്ന് ചെയ്യാനല്ല ശീലം. അതുകൊണ്ട് ഞാൻ നിലത്തിരുന്ന് എല്ലാം ചെയ്യുള്ളൂ, പച്ചക്കറി അരിയുന്നതായാലും എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ലൈറ്റൊന്ന് പോയി, പേരിട്ടായിപ്പോൾ എനിക്ക് ഇത്രയും മക്കൺ കിട്ടി, മക്കൺ മെൽറ്റായിപ്പോയി. ഇതിന് ഇതായി വെന്ത് നെയ്യായി വരും. ഞാൻ ചെയ്യുന്ന കുക്കറി ഷോ ഒന്നും അല്ല കേട്ടോ, ഞാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങളെ അങ്ങ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ മെത്തേഡൊന്നും ഇങ്ങനൊന്നും അല്ല, പക്ഷേ എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്യുന്ന പോലെ ഞാനങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ, ഞാൻ പിന്നെ വല്ല യൂട്യൂബിലൊക്കെ നോക്കി ഇതൊക്കെ ചെയ്യുന്നത്. अरे यार यही वीडियो बनाना है क्या?